വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പുമായി പ്രിയങ്കയ്ക്ക് ജയം. UDF 6 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 3,82,975 വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധിക്ക് മിന്നും ജയമുണ്ടായത്. വയനാട്ടിൽ കന്നി അംഗം ഗംഭീരമാക്കി UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി. വോട്ടെണ്ണൽ ആദ്യ 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ 1.5 ലക്ഷത്തിലേറെയായിരുന്നു പ്രിയങ്കയുടെ ലീഡ്. തുടക്കം മുതൽ തന്നെ ലീഡ് നേടിയ പ്രിയങ്ക ഒരു ഘട്ടത്തിലും പിന്നിലായില്ല. ആദ്യ റൗണ്ടിൽ സഹോദരൻ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിനൊപ്പം എത്താനായില്ലെങ്കിലും പ്രിയങ്ക ലീഡ് എടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജയിച്ചെങ്കിലും റായ്ബറേലി നിലനിർത്തി വയനാട് ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. മണ്ഡലം ഒഴിയുമ്പോൾ തന്നെ പ്രിയങ്കയാകും സ്ഥാനാർത്ഥിയെന്ന് രാഹുൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 18,198 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്കെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിലേക്ക്. ഷാഫി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടെയാണ് രാഹുലിന്റെ ജയം. LDF 3-ാം സ്ഥാനത്താണ്. പിരിയാരി പഞ്ചായത്തിൽ വോട്ടെണ്ണിയപ്പോഴാണ് രാഹുലിന്റെ ലീഡ് കുത്തനെ ഉയർന്നത്. ഇവിടെ മാത്രം 6,775 വോട്ട് നേടിയ രാഹുൽ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനേക്കാൾ 4,124 വോട്ടുകളുടെ മുൻതൂക്കവും പെരിയാറിൽ നേടി. 9-ാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 10,291 ലീഡാണ് രാഹുലിനുള്ളത്. 10,291 വോട്ട് ലീഡാണ് രാഹുലിനുള്ളത്. വമ്പൻ വിജയം രാഹുൽ ഉറപ്പാക്കിയതോടെ പാലക്കാട്ട് UDF പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരുന്നു. പോസ്റ്റൽ വോട്ടുകളിലും ആദ്യ മണിക്കൂറുകളിലും മുന്നിലായിരുന്ന BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെ 6-ാം റൗണ്ട് മുതലാണ് രാഹുൽ പിന്നിലാക്കിയത്. BJP കോട്ടകൾ പൊളിച്ചടുക്കിയാണ് രാഹുലിന്റെ കുതിപ്പ്. പാലക്കാട് BJP സ്വാധീന നഗരമേഖലയിലെ വോട്ടെണ്ണുമ്പോൾ BJP മുന്നിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നഗരസഭയിൽ ഇത്തവണ BJPക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ കോൺഗ്രസ് പാളയം വിട്ട് ഇടത് സ്ഥാനാർത്ഥിയായ P സരിനെയും രാഹുൽ നിഷ്പ്രഭനാക്കി. സരിൻ നേടിയതിന്റെ ഇരട്ടി വോട്ടുകൾ നേടിയാണ് രാഹുലിന്റെ തേരോട്ടം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിച്ചു. 12,122 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രദീപ് വിജയം ഉറപ്പിച്ചത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ അപ്രസക്തയാക്കിക്കൊണ്ടായിരുന്നു പ്രദീപിന്റെ മുന്നേറ്റം. PV അൻവറിന്റെ സ്ഥാനാർത്ഥിക്കും ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം 64,259 വോട്ടാണ് UR പ്രദീപിന് ലഭിച്ചത്. രമ്യ ഹരിദാസിന് 52,137 വോട്ടുകൾ ലഭിച്ചു. ചേലക്കരയിൽ BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ 33,354 വോട്ടുകൾ നേടിയിട്ടുണ്ട്. PV അൻവറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീർ NKയ്ക്ക് 3,909 വോട്ട് മാത്രമാണ് സ്വന്തമാക്കാനായത്. ചേലക്കരയിൽ ഇടതു മുന്നേറ്റം തുടക്കത്തിൽ തന്നെ ദൃശ്യമായിരുന്നു. വരവൂർ പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണിയത്. LDF തങ്ങളുടെ ഉരുക്കുകോട്ടയായി നിലനിർത്തിയ മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷ നിലനിർത്തിയാണ് UDF രമ്യ ഹരിദാസിനെ ഇറക്കിയത്. എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ രമ്യ ഹരിദാസിന് സാധിച്ചില്ല. ബാലകൃഷ്ണനിലൂടെ BJPക്ക് മണ്ഡലത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 24,045 വോട്ടുകളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞിരുന്നത്. 2016 മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം ഇത്തവണ ഉയർത്താൻ കഴിഞ്ഞത് UR പ്രദീപിന് നേട്ടമാണ്. 2016 10,200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രദീപ് വിജയിച്ചത്. 2021 K രാധാകൃഷ്ണൻ എത്തിയതോടെ ഭൂരിപക്ഷം 39,400 ആക്കി ഉയർത്താൻ LDFന് കഴിഞ്ഞിരുന്നു. ചേലക്കര വിജയിച്ചതോടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള പ്രതികരണങ്ങളാണ് LDF നേതാക്കളിൽ നിന്നും വരുന്നത്. മഹാരാഷ്ട്രയിൽ തുടർ ഭരണം ഉറപ്പിച്ച മഹായുതി മുന്നണി മൊത്തം 288 സീറ്റിൽ 222 സീറ്റിലും BJP സഖ്യം മുന്നേറുകയാണ്. കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഘാഡി സഖ്യം വെറും 49 സീറ്റിൽ മാത്രമാണ് മുന്നിൽ. BJPയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. മത്സരിച്ച 148 സീറ്റുകളിൽ 124ലും BJP ലീഡ് ചെയ്തു. ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം മത്സരിച്ച മുൻനിര നേതാക്കളെല്ലാം ബഹുദൂരം മുന്നിലാണ്. BJP സഖ്യകക്ഷികളായ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിന്റെ NCPയും മുന്നേറി. ഇതോടെ ലോക്സഭയിലേറ്റ തിരിച്ചടിയുടെ നാണക്കേടും മാറ്റാനായി. ഷിൻഡെ ശിവസേന മത്സരിക്കുന്ന 81-ൽ 55ലും അജിത് പവാറിന്റെ NCP 59-ൽ 38ലും മുന്നിലാണ്. അതേസമയം 101 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 20 എണ്ണത്തിൽ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. ശരത് പവാറിന്റെ NCP 86-ൽ 19ലും താക്കറെ സേന
താക്കറെ സേന 95-ൽ 13-ലും മുന്നിലാണ്. ഉദ്ധവ് താക്കറെയ്ക്ക് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. യഥാർത്ഥ ശിവസേന തങ്ങളാണെന്ന് തെളിയിക്കാനാണ് താക്കറെ ശിവസേന അരയും തലയും മുറുക്കി രംഗത്തെത്തിയത്. എന്നാൽ മത്സരത്തിൽ കനത്ത തിരിച്ചടിയാണ് അവർക്കുണ്ടായത്. മത്സരിച്ച 95 സീറ്റിൽ 13 മാത്രമാണ് അവർക്ക് മുന്നേറാൻ കഴിഞ്ഞത്. ശക്തി കേന്ദ്രമായ മുംബൈയിൽ പോയി തിരിച്ചടിയുണ്ടായി. ബുധനാഴ്ച അവസാനിച്ച പോളിംഗിൽ 65.1% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വിജയത്തിലേക്ക് നീങ്ങുകയാണ്. മൊത്തം 81 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 48 സീറ്റിൽ മുന്നിൽ നിൽക്കുകയാണ്. 31 സീറ്റിൽ NDA സഖ്യവും മുന്നിൽ നിൽക്കുന്നു.